അപ്പോൾ പ്രമേഹ രോഗികൾ കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ പ്രമേഹ രോഗികളും നമ്മളെപ്പോഴും തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ബ്ലഡ് ഷുഗർ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ഫിസിഷ്യൻസിൻ്റെ അടുത്താണ് കാണിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യിപ്പിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കണം. ഇതുകൂടാതെ കുറെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുത്താനുണ്ട്. വ്യായാമം, ഓരോ ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് സമീകൃത ആഹാരമായിരിക്കണം, ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കൂടാൻ പാടില്ല, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം, ആൽക്കഹോൾ നന്നായിട്ട് റെസ്ട്രിക്ട് ചെയ്യണം. ഇതൊക്കെ ബേസിക് സ്റ്റെപ്സ് ആണ്. ഇതുകൂടാതെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ബ്ലഡ് ഷുഗേഴ്സ് ഹൈ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹൈ ബ്ലഡ് പ്രഷേഴ്സും ഉണ്ടാവും. അഥവാ ഇതിന്റെ കൂടെ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കൺട്രോൾ ചെയ്യുക. കൊളസ്ട്രോൾ കൂടുന്ന അസുഖം അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അസുഖങ്ങൾ അത് കൃത്യമായി കൺട്രോൾ ചെയ്യുക. ഇതെല്ലാം കൃത്യമായി കൺട്രോൾ ചെയ്താൽ തന്നെ ഈ ബാക്കിയുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഒന്നായ കിഡ്നിയിൽ വരുന്ന ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതുകൂടാതെ വേണ്ടത് എല്ലാ ഡയബറ്റിക് പേഷ്യൻസും റെഗുലർ ആയിട്ട് കിഡ്നി ഹെൽത്ത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ട ഒരു ബേസിക് 1-2 ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ടെസ്റ്റ് എന്ന് വെച്ചാൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, യൂറിൻ സ്പോട്ട് ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ഈ ക്രിയാറ്റിന്റെ അളവൊക്കെ കൂടുന്നതിന് മുൻപേ കിഡ്നി ഡിസീസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും പേഷ്യൻസിനോട് പറയുന്ന ഒരു നിശ്ചിത മാസങ്ങൾക്ക് ശേഷം എപ്പോഴും നിങ്ങൾ ഇത് ചെയ്യണമെന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഒരു 6 to 12 months എപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഈ യൂറിൻ സ്പോട്ട് AC റേഷ്യോ എന്നുള്ള ടെസ്റ്റ് ചെയ്തിരിക്കണം.